Hi, hello മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട്. വർണിത മിസ് ആണ്. യെസ്, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫോമാറ്റ് കുറേ പേര് മിസ് അതിന്റെ ഫോമാറ്റ് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മിസ് വിചാരിച്ച ഒരു വീഡിയോ ചെയ്ത് കളയാന്ന് കേട്ടോ. യെസ്, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് A+ നേടിത്തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് നേടിത്തരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. യെസ്, അപ്പോൾ എന്താണ് ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. അതിന് മുൻപേ മക്കളെ, നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ്ഫുൾ ആയി ഒന്ന് കമന്റ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ മക്കളെ, നമ്മുടെ ഓണം സ്പെഷ്യൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ ബാക്കി ഉണ്ടാവുള്ളൂ, അവരൊന്ന് ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ കഴിഞ്ഞാൽ മക്കളെ, നമ്മുടെ ഓണം എക്സാമിലേക്ക് ആവശ്യമുള്ള ഒരുപാട് മെറ്റീരിയൽസും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആ ഒരൊറ്റ ഗ്രൂപ്പിൽ കിട്ടുന്നതാണ് കേട്ടോ. യെസ്, സോ ഇനി ആലോചിച്ച് നിൽക്കരുത്, ആ ഗ്രൂപ്പിൽ വേഗം ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? Jerome decides to write a letter to his friend about how he got worried after reading the encyclopedia and how the prescription changed his life. Write the likely letter. So Jerome അവന്റെ ഫ്രണ്ടിന് ഒരു കത്ത് എഴുതാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. എന്തിനെ കുറിച്ചാണ്? ആ ഒരു സംഭവം അല്ലെ, ആ ഒരു ദിവസം ഡോക്ടറെ പോയി കാണേണ്ട ഒരു അവസരം ഉണ്ടായല്ലോ. അങ്ങനെ എന്താ പറയാ, ആ ഒരു സംഗതി നടന്നതും ആൻഡ് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ, ആ ഒരു മരുന്ന് കുറിപ്പടി എങ്ങനെ തന്റെ ലൈഫിനെ മാറ്റിമറിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് ആര് പോകുന്നത്? നമ്മുടെ ജെറോം പോകുന്നത്. സോ ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മക്കളെ. ഫസ്റ്റ് വൺ, ആദ്യത്തത് പ്ലേസും ഡേറ്റും അത് നിർബന്ധമായിട്ടും അവിടെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അത് എഴുതാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്, ഡേറ്റും പ്ലേസും. ഇതിപ്പോ ഒരു ഇൻഫോർമൽ ലെറ്റർ ആണ്. എന്താ ഒരു ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മക്കളെ, നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ ഇൻഫോർമൽ ലെറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇൻഫോർമൽ ലെറ്റർ മാത്രമേ ഉള്ളൂ. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആയിട്ട് എഴുതുന്ന ലെറ്ററിനെയാണ് നമ്മൾ ഫോർമൽ ലെറ്റർ എന്ന് പറയാം. ഇൻഫോർമൽ ലെറ്റർ നമ്മൾ എഴുതുന്നത് നമ്മളുടെ ഫ്രണ്ട്സിന്, നമ്മളുടെ റിലേറ്റീവ്സിന്, അങ്ങനെയുള്ള എന്താ പറയാ ക്ലോസർ ആയിട്ടുള്ള ആൾക്കാർക്ക്, നമുക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് അടുപ്പമുള്ള ആൾക്കാരില്ലേ, അവർക്കൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഇൻഫോർമൽ ലെറ്റർ എഴുതുന്നത്. സോ ഇവിടെ നമ്മുടെ ജെറോം ആർക്കാണ്? ടു ഹിസ് ഫ്രണ്ട്. അപ്പൊ ഒരു ഫ്രണ്ട്ലി ലെറ്റർ ആണ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ ലെറ്റർ ആണ്. ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഒഫീഷ്യൽ ലെറ്റർ ആണ് കേട്ടോ. തൽക്കാലം നിങ്ങൾക്ക് ഫോർമൽ ലെറ്റർ ഇപ്പൊ പഠിക്കാനില്ല, പഠിക്കാൻ ഇനി മുന്നോട്ട് വരും, പക്ഷെ ഇപ്പൊ എന്തായാലും ഇല്ല. അപ്പൊ അതുകൊണ്ട് ആലോചിച്ച് പേടിക്കാൻ കേട്ടോ. യെസ്, സോ ഇവിടെ നമ്മൾ പ്ലേസും ഡേറ്റും ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എന്താ കൊടുക്കുക? യെസ്, ഡിയർ എന്തെങ്കിലും ഒരു പേര് അല്ലെ. ഡിയർ എന്താ, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പേര് നമുക്ക് കൊടുക്കാം. ഡിയർ എന്താ, യെസ് സോയ, ഡിയർ സോയ എന്ന് കൊടുക്കാം, ഒരു പേര് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ലെറ്റർ അല്ലെ, ആർക്ക് ലെറ്റർ എഴുതുമ്പോഴും എഴുതാൻ പറ്റുന്ന ഒരു സെന്റൻസ് മിസ് പറഞ്ഞുതരാം കേട്ടോ. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ ലാസ്റ്റ് got your അല്ലെങ്കിൽ it's been a long time since I last received your letter. നിന്റെ ഒരു കത്ത് കിട്ടിയിട്ട് ഒരുപാട് നാളായല്ലോ അല്ലേ. hope you are fine. നിനക്ക് അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ലെറ്റർ തുടങ്ങേണ്ടത്. ഏത് ലെറ്ററും ആർക്ക് എഴുതുന്ന ലെറ്റർ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലെറ്ററിന്റെ മെയിൻ ബോഡിയിലേക്ക് പോവുകയാണ്. അതായത് എന്താണ് അവിടെ സംഗതി നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ പറയേണ്ടത് കേട്ടോ. ആദ്യം നമ്മൾ അല്ലേ ഒരു സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ, നമുക്ക് ഇവിടെ സുഖമാണ്, ഹോപ്പ് യു ആർ ഫൈൻ, ഐ ആം ഫൈൻ അല്ലെ, ഞാൻ ഫൈൻ ആണെന്നുള്ളതും കൂടെ വേണം പറയാട്ടോ. ഹോപ്പ് യു ആർ ഫൈൻ, ഐ ആം ഫൈൻ. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞേക്കാം. യെസ്, ഐ ഹാവ് ടു ഷെയർ വിത്ത് യു an exciting incident അല്ലെ, ഐ ഹാവ് ടു ഷെയർ വിത്ത് യു സംതിങ് സ്ട്രേഞ്ച്, പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം എനിക്ക് എന്നോട് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ലെറ്റർ എഴുതാം. അതിനുശേഷം ലെറ്റർ അവസാനിപ്പിക്കുമ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ എന്താ ആ ഒരു നമുക്ക് പറയാനുള്ള കഥ മുഴുവൻ പറഞ്ഞിട്ട് ലെറ്റർ അവസാനിപ്പിക്കുമ്പോഴും എന്താണ്? ഐ ഹോപ്പ് എന്താണ്, ലുക്കിംഗ് ഫോർവേഡ് അല്ലെങ്കിൽ എന്താണ്, ഐ ഹോപ്പ് ദാറ്റ് you would reply me soon.
നീ പെട്ടെന്ന് തന്നെ എനിക്ക് മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അല്ലെ. ലുക്കിംഗ് ഫോർവേഡ്. എന്നിട്ട് ഈ സൈഡിലാട്ടോ കുട്ടികൾ എന്താ ഈ സൈഡിലാണ് ഇതൊക്കെ എഴുതേണ്ടത്, ഈ സൈഡിലാണ്. അത് ഈ കട്ട് ഇങ്ങനെ എഴുതി പോവാം, ബാക്കിയുള്ള സംഗതികളൊക്കെ ഇവിടെയാണ്. ലാസ്റ്റ് എന്താണ്? ലുക്കിംഗ് ഫോർവേഡ്. ലുക്കിംഗ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലുക്കിംഗ് ഫോർവേഡ് എന്ന് പറഞ്ഞാല് മുന്നോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെ, ഞാൻ നിന്റെ കത്ത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിത്ത് ലവ്. എന്താ? വിത്ത് ലവ് നമ്മുടെ പേര് എഴുതാം കേട്ടോ. വിത്ത് ലവ്, സ്നേഹത്തോടെ നമ്മുടെ പേര് എഴുതാം. നമ്മളൊരു ഇങ്ങനെ എന്താ പറയുക ഇൻഫോർമൽ ലെറ്ററിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ലെറ്ററിൽ മാത്രം നമ്മൾ വിത്ത് ലവ് എന്ന് എഴുതുക. നമ്മളൊരു ഒഫീഷ്യൽ ലെറ്ററിൽ ഒരു കാരണവശാലും എന്ത് എഴുതില്ല? വിത്ത് ലവ് എന്ന് എഴുതില്ല കേട്ടോ. യെസ്. അപ്പൊ നമുക്ക് ജെറോം കെ ജെറോമിന്റെ ആ ഒരു ലെറ്റർ നോക്കിയാലോ? നിങ്ങൾക്ക് ആ ഒരു മിസ് ഇനി നമ്മൾ ബാക്കി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. കണ്ടോടാ, നമ്മൾ ഡേറ്റ് അവിടെ ഇട്ടു, പ്ലേസും നമ്മൾ കൊടുത്തു. മൈ ഡിയർ ഫ്രണ്ട്, ഒരു സാല്യൂട്ടേഷൻ. സോ ഈ നമ്മൾ ഇതാ ഈ എഴുതിയിട്ടുള്ള ഈ സംഗതികളില്ലേ, ദാ ഇതിനെയാണ് നമ്മൾ പറയുന്നത് സാല്യൂട്ടേഷൻ. എന്താണ്? സാല്യൂട്ടേഷൻ. സാല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിസംബോധനയാണ് കേട്ടോ, അഭിസംബോധന. സോ ഇവിടെ ദാ ഇതാണ് എന്ത്? നമ്മുടെ സാല്യൂട്ടേഷൻ അല്ലെ, സാല്യൂട്ടേഷൻ. യെസ്. എന്നിട്ട് നോക്കിയേ, hope you are doing well അല്ലേ, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. hope you are doing well. I am writing to tell you about a very funny but unforgettable incident that happened to me recently. എനിക്ക് ഈ അടുത്ത് സംഭവിച്ചിട്ടുള്ള വളരെ ഫണ്ണി ആയിട്ടുള്ള എന്നാൽ മറക്കാനാവാത്ത ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ എഴുതുന്നത് എന്നാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുള്ളത് അല്ലേ. എന്നിട്ട് അദ്ദേഹം പറയാണ് എന്ത്? One day I went to British Museum to read about a small ailment I thought I had. ഒരു ദിവസം എനിക്ക് ഉണ്ടായിരുന്ന ഒരു സ്മോൾ എയിൽമെന്റ്. കുട്ടികൾ ഇതൊക്കെ നിങ്ങൾ നോക്കി വെച്ച് പഠിച്ച് പോയിക്കോട്ടോ, കാരണം ഇതുപോലെയൊക്കെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റനിൽ എക്സാമിന് ക്വസ്റ്റൻസ് വരാൻ വേണ്ടി പോകുന്നത്. സോ ആ സമയത്ത് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് എഴുതാൻ വേണ്ടി നോക്കുക കേട്ടോ. യെസ്. അബൌട്ട് എ സ്മോൾ എയിൽമെന്റ് ഐ തോട്ട് ഐ ഹാഡ്. എനിക്ക് ഉണ്ടായിരുന്ന ചെറിയൊരു അസുഖത്തിനെ കുറിച്ച് നോക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഞാൻ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയി. I began reading the medical encyclopedia and to my shock I found that I had symptoms of almost every disease mentioned in it. അല്ലെ, I began to read the medical encyclopedia. അങ്ങനെ മെഡിക്കൽ എൻസൈക്ലോപീഡിയ ഞാൻ എടുത്ത് വായിക്കുന്ന സമയത്ത് to my shock എന്നെ ഞെട്ടിച്ചുകൊണ്ട് I found that I had symptoms of almost every disease mentioned in it. അതിൻ്റെ അകത്തുള്ള എല്ലാ അസുഖവും എനിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ടൈഫോയിഡ്, കോളറ, സ്കാർലറ്റ് ഫീവർ, ഡിഫ്തീരിയ ആൻഡ് മെനി മോർ. ടൈഫോയിഡ്, കോളറ, സ്കാർലറ്റ് ഫീവർ, ഡിഫ്തീരിയ, ഇതെല്ലാ അസുഖങ്ങളും എനിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. the more I read, the worse I felt. കൂടുതൽ വായിക്കും തോറും കൂടുതൽ മോശമായിട്ട് എനിക്ക് തോന്നി. By the time I finished, വായിച്ചു കഴിയുമ്പോഴത്തേക്കും I was convinced I was a dying man. എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലെ. അങ്ങനെ പറയാണ് ഇൻ ഗ്രേറ്റ് ഫിയർ. അങ്ങനെ കൂടുതൽ പേടിയോടെ ഐ വെന്റ് ടു മൈ ഡോക്ടർ. വളരെയധികം പേടിയോടെയാണ് ഞാൻ എന്ത് ചെയ്തത്? എൻ്റെ ഡോക്ടറെ കാണാൻ പോയത്. ഹീസ് ആൻ ഓൾഡ് ഫ്രണ്ട് അല്ലെ. ആ ഓൾഡ് ഫ്രണ്ട് എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. എന്താണ്? ഹീസ് ആൻ ഓൾഡ് ചം അല്ലെ. ഹീസ് ആൻ ഓൾഡ് ചം. ഹീസ് ആൻ ഓൾഡ് ഫ്രണ്ട് സോ ചെക്ക്ഡ് മൈ പൾസ്. അപ്പൊ എൻ്റെ പഴയ ഫ്രണ്ടാണ്, അവൻ എൻ്റെ പൾസ് നോക്കി. ലുക്ക്ഡ് അറ്റ് മൈ ടങ്, എൻ്റെ നാവ് നോക്കി. ആൻഡ് കാഷ്വലി ടോക്ക്ഡ് അബൌട്ട് ദ വെദർ. എന്നിട്ട് ചുമ്മാ വെദറിനെ കുറിച്ചൊക്കെ കുറെ സംസാരിച്ചു. ദെൻ ഹി റോട്ട് മീ എ പ്രിസ്ക്രിപ്ഷൻ. അതിനുശേഷം അയാൾ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി അല്ലെ. ഐ വെന്റ് ടു ദ കെമിസ്റ്റ് ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് മീ മെഡിസിൻ ഹി റിട്ടേൺ ദ പേപ്പർ വിത്ത് എ സ്മൈൽ അല്ലെ. അങ്ങനെ ഞാൻ കെമിസ്റ്റിന് എടുത്ത് പോയ സമയത്ത് അയാൾ എന്താ ചെയ്തത്? അയാൾ എനിക്ക് മെഡിസിൻസ് തന്നില്ല, ബട്ട് ഹി റിട്ടേൺ ദ പ്രിസ്ക്രിപ്ഷൻ വിത്ത് എ സ്മൈൽ അല്ലെ. ഒരു ചിരിയോടെ അത് തിരിച്ചു വന്നു. Do you know what the prescription was? നിനക്കറിയാമോ എന്തായിരുന്നു ആ പ്രിസ്ക്രിപ്ഷനിൽ അല്ലെ. ഇറ്റ് സിംപ്ലി സെഡ്, അതിനകത്ത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈറ്റ് ഗുഡ് ഫുഡ്, സ്ലീപ് വെൽ, എക്സസൈസ് ഡെയിലി ആൻഡ് ഡോണ്ട് വറി അൺനെസസറിലി അല്ലെ. അപ്പൊ ഇത്രയും നിങ്ങൾ മക്കൾ ഇതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോട്ടോ. ഈറ്റ് ഗുഡ് ഫുഡ് അല്ലെ, സ്ലീപ് വെൽ, എക്സസൈസ് ഡെയിലി ആൻഡ് ഡോണ്ട് വറി അൺനെസസറിലി. ആവശ്യമില്ലാണ്ട് ചിന്തിച്ച് ടെൻഷൻ അടിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. I followed this advice and soon realized I was perfectly healthy. I followed this advice. ഈ അഡ്വൈസ് ഞാൻ ഫോളോ ചെയ്തു. ആൻഡ് soon realized I was perfectly healthy. എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ ഭയങ്കര ഹെൽത്തി ആണെന്ന് എനിക്ക് മനസ്സിലായി അല്ലെ. This small piece of paper changed my life. ഈ ഒരു ചെറിയ കഷ്ണം കടലാസാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തത്, എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചത്. I now feel happier and more energetic. ഇപ്പൊ എനിക്ക് കുറെ കൂടെ സന്തോഷം തോന്നുന്നു, കുറെ കൂടെ എനർജറ്റിക് ആയിട്ട് തോന്നുന്നു. And I have promised myself never to self-diagnose again. എന്താണ് വേറെ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുള്ളത്? Not to self-diagnose അല്ലെ. ഞാൻ എന്നെ സ്വയം പരിശോധിക്കില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു അല്ലെ. Take care of your health and remember. ലാസ്റ്റ് ആ കത്ത് അവസാനിപ്പിക്കുന്നുണ്ടോ? Take care of your health അല്ലെ. നീ നിന്റെ ആരോഗ്യത്തിനെ കുറിച്ച് ശ്രദ്ധിക്കണം. And remember, നീ ഓർത്തോളൂ, a healthy mind lives in a healthy body അല്ലെ. ഒരു ഹെൽത്തി മൈൻഡ് അല്ലെ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ്
ഉണ്ടാവുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാണ്, യുവർ ലവിങ് ഫ്രണ്ട്, നിന്റെ ലവിങ് ഫ്രണ്ട്, ഞാൻ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എന്താ ജെറോം അല്ലെ. അപ്പൊ നമ്മള് യുവർ ലവിങ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതിനകത്ത് സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, താഴെ യെസ് ജെറോം നമുക്ക് എഴുതിക്കളയാം. എന്താണ് ഓക്കെ ജെറോം. ഇങ്ങനെയാണ് കുട്ടികളെ ഒരു ലെറ്റർ എഴുതേണ്ടത്. അപ്പൊ ലെറ്ററിന്റെ ഫോർമാറ്റ് മിസ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എങ്ങനെയാണ്, ഫസ്റ്റ് നമ്മൾ അവിടെ ഡേറ്റും പ്ലേസും എഴുതണം. അതിനുശേഷം ഡിയർ എന്ന് പറഞ്ഞിട്ട് സാല്യൂട്ടേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിന്റെ പേര് വേണമെങ്കിൽ എഴുതാം. അതിനുശേഷം എന്താണ്, നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് ലെറ്ററിനും, ആർക്ക് എഴുതുന്ന ലെറ്ററിലും, ഒഫീഷ്യൽ ലെറ്റർ അല്ല, നമ്മുടെ ഈ ഫോർമൽ ലെറ്ററിൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്ററിൽ, അതായത് ഫ്രണ്ട്ലി ലെറ്ററിൽ ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ടിങ് ഇങ്ങനെ ചെയ്യാം. ആൻഡ് അവസാനം അതായത് ലെറ്ററിന്റെ എൻഡിങ്ങിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ഐ ഹോപ്പ് ദാറ്റ് യു വുഡ് റിപ്ലൈ മീ സൂൺ, ലുക്കിംഗ് ഫോർവേഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ലെറ്റർ എൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ മക്കളെ. ലെറ്റർ ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ലെറ്ററാണ് എക്സാമിന് വരിക കേട്ടോ. സോ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചൊന്നും പേടിക്കണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.